ഹായ് എവരിവൺ, ദിസ് ഈസ് ജി ബി സെബാസ്റ്റ്യൻ ആൻഡ് വെൽക്കം ടു ജി ബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ഹിന്ദിയിലെ സപ്ലിമെൻ്ററി ടെക്സ്റ്റ് ബുക്കായ മഹാഭാരത് കഥ എന്ന ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ലെസനാണ്. മൂന്നാമത്തെ ലെസൻ്റെ പേര് ഭീഷ്മ പ്രതിജ്ഞ എന്നാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിനു മുമ്പുള്ള ലെസൺ രണ്ടാമത്തേൽ ദേവവ്രത് എന്ന കഥ കണ്ടു. അതിൽ ഈ രാജാവിൻ്റെ മകൻ ആയ ദേവവ്രതിനെ ഗംഗാ നദിക്കരയിൽ കണ്ടു. ഗംഗ പ്രത്യക്ഷപ്പെട്ടു, പറഞ്ഞു ഇത് അങ്ങയുടെ മകൻ തന്നെയാണ്, ഈ മകനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് ആ മകനെ ഈ അച്ഛനായ ഈ രാജാവിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ആ കഥ നിർത്തിയത്. അത് കഴിഞ്ഞിട്ടുള്ള ലെസനാണ് ഈ മൂന്നാമത്തെ ലെസൺ. അപ്പോൾ അത് ആ കഥ കാണാത്തവർ, ആ പാഠം കണ്ടിട്ടില്ലെങ്കിൽ അതാദ്യം കാണുക, എന്നിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. തേജസ്വി പുത്രക്കോ പാക്കർ, തേജസ്വിയായ ആ പുത്രൻ എന്ന് പറഞ്ഞ ദേവവ്രത്, ആ ഗംഗാ നദിക്കരയിൽ നിന്ന് ഗംഗ സമ്മാനിച്ച, ഗംഗയുടെയും ആ രാജാവിൻ്റെയും മകൻ തന്നെയാണത്. അപ്പോൾ ഗംഗ ആ മകനെ രാജാവിന് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തേജസ്വി പുത്രക്കോ പാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സ്വന്തം പുത്രനെ തിരിച്ചു കിട്ടിയപ്പോൾ രാജാ പ്രഫുല്ലിത് മനസ്സെ നഗർക്കോ ലോട്ടെ. അപ്പോൾ രാജാവ് സന്തോഷവാനായിട്ട് സ്വന്തം രാജ്യത്തോട്ട്, സ്വന്തം കൊട്ടാരത്തിലോട്ട് മടങ്ങി. और देवव्रत राजकुमार के पद को സുശോഭിത് करने लगे. അപ്പോൾ ദേവവ്രത് രാജകൊട്ടാരത്തിൽ ചെന്ന് രാജകുമാരനായിട്ട് അങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. അപ്പോൾ 4 വർഷ और बीत गए, 4 വർഷം പിന്നെയും കഴിഞ്ഞു, പിന്നെയും കടന്നുപോയി. एक दिन രാജാ ശാന്തനു, രാജാവിൻ്റെ പേരാണ് ശാന്തനു, അതാണ് ഈ ദേവവ്രത്തിൻ്റെ അച്ഛൻ. അപ്പോൾ ഈ ശാന്തനുവിനാണ് ദേവവ്രത്തിന് കിട്ടിയത്. ഗംഗയുടെയും ശാന്തനുവിൻ്റെയും മകനാണ് ദേവവ്രത്. അപ്പോൾ एक दिन രാജാ ശാന്തനു യമുന തട്ട് की ओर घूमने गए. യമുന നദിക്കരയിൽ നടക്കാനായിട്ട് പോയി. तो वहाँ अप्सरा सी सुंदर एक तरुणी खड़ी दिखाई दी. അപ്പോൾ അവിടെ ഒരു അപ്സരയെ പോലെ ഒരു സുന്ദരിയായ ഒരു തരുണി എന്ന് പറഞ്ഞ യുവതി നിൽക്കുന്നത് കണ്ടു. തരുണിക നാം സത്യവതി ഥ. അപ്പോൾ ആ യുവതിയുടെ പേര് സത്യവതി എന്നായിരുന്നു. ഗംഗാ കെ വിयोग के कारण राजा के मन में जो विराग छाया हुआ था. അപ്പോൾ ഗംഗയാണ് ആദ്യത്തെ ഭാര്യ. ഗംഗയിൽ ആദ്യം 7 മക്കളുണ്ടായി. 7 മക്കളെയും ഗംഗ നദിയിൽ ഒഴുകുന്ന വെള്ളത്തിൽ എറിഞ്ഞു കളഞ്ഞു. 8ാമത്തെ മകനാണ് ഈ ദേവവ്രത്. 8ാമത്തെ മകനുണ്ടായപ്പോൾ ഈ രാജാവ് ഒന്നും ചോദിക്കരുത് എന്നായിരുന്നു ഒരു കണ്ടീഷൻ. രാജാവ് ചോദിച്ചു, നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഗംഗ കുട്ടിയെയും കൊണ്ടുപോയി കുട്ടിയെ വളർത്തി. എന്നിട്ടാണ് ഈ രാജാവ് കുറേ കാലം കഴിഞ്ഞപ്പോൾ നദിക്കരയിൽ ചെന്നപ്പോൾ ദേവവ്രതനെ കാണുന്നതും മകനെ തിരിച്ചു കിട്ടുന്നതൊക്കെ. അപ്പോൾ ഈ ഗംഗ പോയപ്പോൾ അതിൻ്റെ ഒരു വിയോഗം, ആ ഗംഗ പോയതുകൊണ്ട് ഒരുപാട് ദുഃഖിതനായിരുന്നു രാജാവ്. വ ഉസി തരുണിക്കോ ദേഖ്തേ ഹി വിലീൻ ഹോ ഗയ. ആ ദുഃഖം ഈ യമുന നദിക്കരയിൽ കണ്ട ഈ യുവതിയെ കണ്ടതോടെ ആ ദുഃഖം മാഞ്ഞുപോയി, ഇല്ലാതായി രാജാവിൻ്റെ ആ ദുഃഖം. उस सुंदरी को अपनी पत्नी बनाने की इच्छा उनके मन में बलवती हो उठी. അപ്പോൾ ആ സുന്ദരിയെ, ആ യമുന നദിക്കരയിൽ കണ്ട ആ സുന്ദരിയെ കല്യാണം കഴിക്കാനായിട്ട് മോഹം തോന്നി രാജാവിന്. और उन्होंने സത്യവതി സേ പ്രേം യാചന की. അപ്പോൾ സത്യവതിയോട് പ്രേമയാചന നടത്തി. രാജാവ് ചോദിച്ചു, എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമാണോ? സത്യവതി ബോലി. അപ്പോൾ സത്യവതി, ആ യുവതി പറഞ്ഞു, മേരെ പിതാ മല്ലാഹോ കെ സർദാർ ഹെ. എൻ്റെ പിതാവ് മല്ലാഹവും അവരുടെ സർദാറാണ്. പഹലെ ഉനക്ക് അനുമതി ലേ ലീജിയെ. അപ്പോൾ ആരാണെന്ന് പറഞ്ഞു കൊടുത്തു എൻ്റെ പിതാവ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ, എൻ്റെ അച്ഛൻ്റെ ആദ്യം പെർമിഷൻ വാങ്ങണം, ആദ്യം അച്ഛൻ്റെ അനുമതി വാങ്ങിക്കണം.
फिर मैं आपकी पत्नी बनने के लिए तैयार हूँ. അപ്പോൾ അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ അച്ഛനോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ രാജാവിൻ്റെ പത്നിയാവാൻ ഭാര്യയാവാൻ തയ്യാറാണ്, കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. രാജ ശാന്തനുവിനെ ജബു അപ്നി ഇച്ഛ ഉൻ पर प्रकट की. അപ്പോൾ രാജാവ് ആ യുവതിയുടെ വീട്ടിൽ പോയി അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ട് അച്ഛനോട് ഈ കാര്യം പറഞ്ഞു. तो കവട് രാജ് കേവഡ് രാജിനെ കേവഡ് രാജ് എന്നാണ് പേര്. കേവഡ് രാജാവ് പറഞ്ഞു, ആപ്കോ മുझे एक വചൻ ദേന പടേഗ. അപ്പോൾ രാജാവിനോട് പറഞ്ഞു, ഈ യുവതിയുടെ പിതാവ് പറഞ്ഞു, താങ്കൾക്ക് എനിക്കൊരു വാക്ക് തരേണ്ടി വരും, നിങ്ങളൊരു വാക്ക് തരണം എന്നോട് എനിക്ക്. രാജാനെ കഹ. അപ്പോൾ രാജാവ് ചോദിച്ചു. രാജാവ് പറഞ്ഞു, ജോ മാങ്ങൂങ്ക ദൂങ്ക, എന്ത് ചോദിച്ചാലും ഞാൻ തരാം. യദി വ മേരെ ലിയെ അനുചിത് നാ ഹോ, എനിക്ക് ഉചിതമല്ലെങ്കിൽ പോലും, എനിക്ക് നല്ലതല്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം എന്ന് രാജാവ് മറുപടി പറഞ്ഞു ആ യുവതിയുടെ അച്ഛനോട്. കേവഡ് രാജ് പറഞ്ഞു, ആ യുവതിയുടെ അച്ഛൻ പറഞ്ഞു, ആപ്കെ ബാദ് ഹസ്തിനാപൂർ കെ രാജ് സിംഹാസൻ പർ മേരി ലഡ്കി കാ പുത്ര ബൈഠേഗ. നിങ്ങളുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ, രാജാവിൻ്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് രാജസിംഹാസനത്തിൽ ആ രാജ്യം എൻ്റെ മകളുടെ മക്കൾ ഭരിക്കണം. അതായത് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്ന കുട്ടികളായിരിക്കണം ആ രാജസിംഹാസനത്തിൽ ഇരിക്കേണ്ടത്, രാജാവാവേണ്ടത്. ഈസ് ബാത് കാ ആപ് മുझे വചൻ ദേ സക്തേ ഹെ. അപ്പോൾ ഇങ്ങനെയൊരു വാക്ക് എനിക്ക് തരാൻ പറ്റുമോ? എൻ്റെ മകളുടെ മക്കളെ രാജാവാക്കണം. നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകളുടെ മക്കൾ രാജാവാകണം ആരെങ്കിലും. അപ്പോൾ കേവഡ് രാജ് കി ഷർത്ത് രാജ ശാന്തനു കോ നാഗ്വാർ ലഗി, ഇഷ്ടപ്പെട്ടില്ല, അത് ശരിയല്ലെന്ന് തോന്നി. ഗംഗാസൂത് കോ ഛോഡ്കർ, ഗംഗാപുത്രനായ ദേവവ്രത് ഗംഗാസൂത് കോ ഛോഡ്കർ अन्य किसी को राजगद्दी എന്ന് പറഞ്ഞാൽ രാജസിംഹാസനം, രാജ്ഗദ്ദി पर बैठाने की कल्पना तक उनसे ना हो सके. അപ്പോൾ ആ ദേവവ്രത് അല്ലാതെ ഗംഗയുടെ പുത്രൻ, ഗംഗയുടെ ആദ്യത്തെ ഭാര്യയുടെ ആയ ഗംഗയുടെ പുത്രനല്ലാതെ ആ രാജസിംഹാസനത്തിൽ വേറൊരാൾ ഇരിക്കുന്നത് കൽപ്പിക്കാൻ പോലും രാജാവിന് പറ്റിയില്ല. അങ്ങനെ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. നിരാശ ഓർ ഉദ്വിഗ്ന മനസ്സെ, നിരാശനായ മനസ്സോടെ അതായത് രാജാവ് നഗർ കി ഓർ ലോട്ടായ, സ്വന്തം രാജ്യത്തിലോട്ട്, സ്വന്തം രാജകൊട്ടാരത്തിലോട്ട് തിരിച്ചു വന്നു. കിസി സെ കുച്ച് ഭി കഹ നാ സക്കെ, ആരോടും ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയാൻ പറ്റിയില്ല. പർ ചിന്ത, ആ ഒരു ചിന്ത ഉൻകെ മൻ കോ കീടേ കി തരഫ് കുത്തർ ഖാനെ ലഗി. അപ്പോൾ ഒരു കീടത്തെ പോലെ അതിനെക്കുറിച്ചുള്ള ചിന്ത, ആ യുവതിയെക്കുറിച്ചുള്ള ചിന്ത ആ രാജാവിൻ്റെ മനസ്സിനെ കാർന്നു തിന്നാൻ തുടങ്ങി. അപ്പോൾ രാജാവ് അസ്വസ്ഥനായി. देवव्रत ने देखा कि उसके पिता के मन में कोई न कोई व्यथा समाई हुई है. അവർ ദേവവ്രത് നോക്കിയപ്പോൾ എന്തോ രാജാവായ അപ്പൻ എന്തോ മനസ്സിലെന്തോ വിഷമമുണ്ടെന്ന് മനസ്സിലായി, എന്തോ വിഷമം കിടക്കുന്നുണ്ടെന്ന് ദേവവ്രത്തിന് മനസ്സിലായി. ഏക് ദിൻ ഉസ്നെ ശാന്തനു സെ പൂച്ച, ശാന്തനു എന്ന് പറഞ്ഞാൽ അച്ഛനായ രാജാവ്. അപ്പോൾ ഒരു ദിവസം ശാന്തനുവോട് ചോദിച്ചു, പിതാജി, അച്ഛനെ പറയുന്നതാണ് പിതാജി, संसार का कोई भी सुख ऐसा नहीं है जो आपको प्राप्त ना हो. ഈ ലോകത്ത് അങ്ങനെ ഒരു സുഖവും ഒരു പ്ലഷറും ഇല്ല, ഒരു സുഖവും ഇല്ല അങ്ങേക്ക് കിട്ടാത്തതായിട്ട്. फिर भी इधर कुछ दिन से आप दुखी दिखाई दे रहे हैं. പക്ഷെ എന്നിരുന്നാലും ഇവിടെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ കാണുകയാണ് അങ്ങ് ഒരുപാട് ദുഃഖിതനായി കാണപ്പെടുന്നു. ആപ്കോ കിസ് ബാത് കി ചിന്ത ഹൈ, നിങ്ങൾക്ക് എന്തിൻ്റെ ടെൻഷനാണ്? ചിന്ത എന്ന് പറഞ്ഞാൽ ടെൻഷൻ. എന്തിൻ്റെ ടെൻഷനാണ് നിങ്ങൾക്ക്? എന്താണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നം?
രാജാവിനോട് അച്ഛനോട് ചോദിക്കുകയാണ്. യഥപി ശാന്തനുവിനെ, എന്നിരുന്നാലും ശാന്തനുവിനെ ഗോൽമോൽ ബാത്തേം ബത്തായി. ഗോൽമോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ടുള്ള കാര്യം പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ ഗുമാക്കെ ബാത് കർണ. നമ്മളോട് ഒരു കാര്യം ഡയറക്റ്റായി ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായി ഉത്തരം കൊടുക്കാണ്ട് നമ്മൾ അതിന് എന്താ മലയാളത്തിൽ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗോൽ ഗുമാന, അതായത് കറക്റ്റായിട്ടുള്ള കാര്യം പറയാതിരിക്കുക, അതിനുള്ള ചുറ്റും പറ്റിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ഒഴിവാവുക. അപ്പോൾ ഗോൽമോൽ ബാത്തേം ബത്തായി ഫിർ ഭി കുശഗ്ര ബുദ്ധി ദേവ്രത് കോ ബാത് സമജ്തേ ദേർ ന ലഗി. അപ്പോൾ എന്നാൽ ഈ ബുദ്ധിയുള്ള നല്ല ബുദ്ധിയുള്ള ഈ ദേവ്രത്തിന് ഒരുപാട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഒരുപാട് സമയം അതിനെക്കുറിച്ച് ആ പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വന്നില്ല. നല്ല ബുദ്ധിയുള്ള മകനായിരുന്നത്. ഉन्होंने രാജാ കെ സാരഥി സെ പൂച്ച്താച്ച് കർക്കെ. അപ്പോൾ ദേവ്രതൻ എന്ത് ചെയ്തു, രാജാവിൻ്റെ പരിചാരകർ, രാജാവിൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. പൂച്ച്താച്ച് എന്ന് പറഞ്ഞാൽ എൻക്വയറി, അവരോടൊക്കെ ചോദിച്ചു. ഉസ് ദിൻ കേവഡ് രാജ് സെ യമുന നദി കെ കിനാരെ ജോ ബാത് ഹുയി थी ഉൻകാ പത്താ ലഗാ ലിയ. അപ്പോൾ ആ യമുന നദിക്കരയിൽ കേവഡ് രാജുവായിട്ട് നടന്ന സംഭാഷണത്തെക്കുറിച്ച് കുച്ച് ബാത്തേ ഹുയി थी, കുറച്ച് സംഭാഷണം ഉണ്ടായി, അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി. പിതാജി के मन की व्यथा जानकर देवव्रत सीधे केवट राज के पास गए. അപ്പോൾ പിതാവിൻ്റെ മനസ്സിലെ, അച്ഛൻ്റെ മനസ്സിലെ ആ ഒരു വിഷമം കണ്ട് ദേവ്രത്ത് നേരെ പോയത് കേവട് രാജിൻ്റെ അടുത്തോട്ടാണ്, ആ യുവതിയുടെ അച്ഛൻ്റെ അടുത്തോട്ട്. और उसने कहा कि वह अपनी पुत्री सत्यवती का विवाह महाराज शांतनु से कर दें. അപ്പോൾ കേവട് രാജിനോട് പറഞ്ഞു, നിങ്ങളുടെ മകളിലെ എൻ്റെ അച്ഛനായ ശാന്തനുവിന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ഈ മകൻ പോയിട്ട്. അപ്പോൾ കേവട് രാജിനെ വഹി ഷർത്ത് ദോരായി. ഷർത്ത് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ. കേവട് രാജ് അതേ കണ്ടീഷൻ തന്നെ പിതാവിനോട്, ശാന്തനുവിനോട്, രാജാവിനോട് എന്താണോ പറഞ്ഞ് അത് തന്നെ പിന്നെയും പറഞ്ഞു. ദോരാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോരായി, പിന്നെ വീണ്ടും പറഞ്ഞു, വീണ്ടും അത് തന്നെ പറഞ്ഞു. ജോ ഉन्होंने ശാന്തനു കെ സാമനെ രഖി थी. ശാന്തനുവിനോട് പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെ മകനോടും പറഞ്ഞു. അപ്പോൾ ദേവ്രത് ने कहा यदि तुम्हारी आपत्ति का कारण यही है, അപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം ഇതാണെങ്കിൽ तो मैंने वचन देता हूँ कि मैं राज्य का लोभ नहीं करूँगा. ഞാൻ ഒരിക്കലും രാജ്യം ഭരിക്കില്ല, അല്ലെങ്കിൽ രാജ്യം എനിക്കൊരിക്കലും വേണ്ട. എന്താണ്, ആദ്യത്തെ മകൻ ദേവ്രത്താണ്. അപ്പോൾ രാജാവാവേണ്ടത് ദേവ്രത്താണ്. അപ്പോൾ രാജാവാവേണ്ട ദേവ്രത്ത് പറഞ്ഞു, എനിക്ക് രാജ്യം വേണ്ട. സത്യവതി കാ പുത്ര ഹി മേരെ പിതാ കെ ബാദ് രാജാ ബനേഗ. അപ്പോൾ സത്യവതിൻ്റെ പിതാവാണ് കേവട് രാജ്. അയാളുടെ മകളായ സത്യവതിയുടെ പുത്ര തന്നെയായിരിക്കും, മകൻ തന്നെയായിരിക്കും ഈ രാജാവിൻ്റെ കാലം കഴിഞ്ഞാൽ രാജാവാകുക. എനിക്ക് രാജ്യം വേണ്ട എന്ന് ദേവ്രത്ത് പറഞ്ഞു. കേവട് രാജ് ഇസ്സെ സന്തുഷ്ടനാവുകയെ, എന്നിട്ടും അതിലും സന്തുഷ്ടനായില്ല ആ സത്യവതിയുടെ അച്ഛൻ കേവട് രാജ്. ഉन्होंने और दूर की सोची, കുറച്ചും കൂടി മുമ്പിലോട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചു. ബോലെ, എന്നിട്ട് പറഞ്ഞു, ആര്യപുത്ര इस बात का मुझे पूरा भरोसा है कि आप अपने वचन पर अटल रहेंगे. അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ നിന്നെ ഭയങ്കര വിശ്വാസമാണ്. നിങ്ങൾ, അതായത് ദേവ്രത്തിൻ്റെ വചനത്തിൽ, വാക്കിൽ ഉറച്ചു നിൽക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അട്ടൽ രഹേങ്കെ, ഉറച്ചു നിൽക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കിന്തു, പക്ഷേ ആപ്കി സന്താൻ സെ മേ വഹി വൈസെ ഹി ആശ कैसे कर सकता हूँ. പക്ഷേ നിങ്ങളുടെ കുട്ടികൾ, അതായത് ദേവ്രത്തിൻ്റെ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ അവരും ഇങ്ങനെ തന്നെ
നിൽക്കും, അല്ലെങ്കിൽ അവരും രാജാവാകാൻ വാശി പിടിക്കില്ല എന്ന് ഞാൻ എങ്ങനെ ആശിക്കാൻ പറ്റും? എനിക്കെങ്ങനെ അത് ഉറപ്പിക്കാൻ പറ്റും? ആപ് ജैसे വീർ കാ പുത്ര ഭീ തോ വീർ ഹി ഹോഗ. നിങ്ങളെപ്പോലെ വീരൻ്റെ പുത്രന്മാരും നിങ്ങളുടെ പുത്രന്മാരും വീരൻ തന്നെയായിരിക്കില്ലേ? बहुत संभव है कि वह मेरी नाती से राज्य छीनने का प्रयत्न करे. അപ്പോൾ എൻ്റെ മകളുടെ മക്കളിൽ നിന്നും നിൻ്റെ മക്കൾ ചിലപ്പോൾ രാജ്യം പിടിച്ചെടുക്കാൻ ചാൻസ് ഇല്ലേ? इसके लिए आपके पास क्या उत्तर है? ഇതിന് നിങ്ങളുടെ അടുത്ത് എന്താണ് ഉത്തരവുള്ളത് എന്ന് കേവട്ട് രാജ് ചോദിച്ചു. അപ്പോൾ കേവട്ട് രാജ് കാ പ്രശ്ന അപ്രത്യാശിത് था. വിചാരിച്ചില്ല എങ്ങനെ ചോദിക്കുന്നു, ഇങ്ങനെ പറയുന്നു. ഉസേ സന്തുഷ്ട കർണേ കാ യഹി അർത്ഥ ഹോ സക്താ ഹൈ. അപ്പോൾ അയാളെ സന്തുഷ്ടനാക്കാനുള്ള ആക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദേവ്രത് അപ്നെ ഭവിഷ്യ കാ ഭി ബലിദാൻ കർ ദേ. ദേവ്രത്തിൻ്റെ ഭാവി ജീവിതം വരെ ദാനം കൊടുക്കേണ്ടി വരും, ബലിദാനം ചെയ്യേണ്ടി വരും, ബലി കൊടുക്കേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. കിന്തു എന്നിരുന്നാലും പക്ഷേ പിതൃഭക്ത് ദേവ്രത്, പിതൃഭക്തനായ, അതായത് അച്ഛനെ ഒത്തിരി ഇഷ്ടമായ ദേവ്രത് ഇസ്സെ ജറാ ഭി വിചലിത് നഹീ ഹുവേ. ഇതിലും അയാൾക്കൊരു കുലുക്കവും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. അയാൾക്കൊരു ആശങ്കയുണ്ടായിരുന്നില്ല, ഒരു വിഷമവും തോന്നിയില്ല. ഗംഭീർ സ്വരമേ ഉനോനെ യേ കഹ. ഗംഭീര സ്വരത്തിൽ ദേവ്രത് പറഞ്ഞു, मैं जीवन भर विवाह नहीं करूँगा. ജീവകാലം മൊത്തം ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു ദേവ്രത്. ആജന്മ ബ്രഹ്മചാരി രഹുങ്ക. ആജന്മ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കും, മുഴുവൻ ജീവനും ബ്രഹ്മചര്യത്തിൽ ജീവിക്കും. മേരെ സന്താൻ ഹി നാ ഹോഗി. എനിക്ക് കുട്ടികളെ ഉണ്ടാവില്ല, ഞാൻ കല്യാണം കഴിക്കില്ല. അബ്തു തും സന്തുഷ്ട ഹോ. ഇപ്പം നിങ്ങൾ സന്തുഷ്ടനല്ലേ? ഇപ്പം നിങ്ങൾക്ക് സന്തോഷമായോ? അപ്പോൾ അങ്ങനെ കേവട്ട് രാജനോട് ചോദിച്ചു. കിസിക്കോ ആശ നാ ഥി കി തരുൺ കുമാർ ऐसी കഠോർ പ്രതിജ്ഞ കരേങ്കെ. അപ്പോൾ ആരും വിചാരിച്ചില്ല ഈ രാജകുമാരൻ ദേവ്രത് ഇങ്ങനെയൊരു പ്രതിജ്ഞ ചെയ്യുന്നു. ദേവ്രത്നെ ഭയങ്കര പ്രതിജ്ഞ എന്നാണ് അതിനെ ഹിന്ദിയിൽ പറയുക. ഭയങ്കരമായ ഒരു പ്രതിജ്ഞയാണ് ചെയ്തത്. इसलिए उस दिन से उनका नाम ही ഭീഷ്മ പड़ गया. അപ്പോൾ ഭയങ്കരമായ ഒരു പ്രതിജ്ഞ ചെയ്തതുകൊണ്ട് അന്ന് തൊട്ട് ദേവ്രത്തിൻ്റെ പേര് ഭീഷ്മ എന്ന പേര് വന്നു. കേവട്ട് രാജനെ സാനന്ദ് अपनी पुत्री को देवव्रत के साथ विदा किया. അപ്പോൾ കേവട്ട് രാജ് സ്വന്തം പുത്രി സത്യവതിയെ ഈ ദേവ്രത്തിൻ്റെ കൂടെ രാജാവിൻ്റെ അടുക്കിലോട്ട് പറഞ്ഞു വിട്ടു, രാജാവിൻ്റെ പക്കലോട്ട്, രാജാവട്ടാരത്തിലോട്ട് പറഞ്ഞു വിട്ടു. അവിടെ എന്നിട്ട് അവർ വിവാഹം കഴിച്ചു. അപ്പോൾ സത്യവതീസേ ശാന്തനുക്ക് ദോ പുത്രുഹേ. സത്യവതിയിൽ ശാന്തനുവിൻ്റെ രാജാവിന് 2 മക്കളുണ്ടായി. ചിത്രാംഗദ് ഓർ വിചിത്രവീര്യ. 2 പേരും പേരെന്ന് പറയുന്ന, ഒരാളുടെ പേര് ചിത്രാംഗദും മറ്റാളുടെ പേര് വിചിത്രവീര്യനും. ശാന്തനുക്ക് ദേഹാവസാൻ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ, ശാന്തനു മരിച്ചപ്പോൾ ചിത്രാംഗദ് ഹസ്തിനാപുർക്ക് സിംഹാസൻ പർ ബൈഠെ. അപ്പോൾ ചിത്രാംഗദ് സിംഹാസനത്തിലിരുന്നു, രാജാവായി. और उनके युद्ध में मारे जाने पर അപ്പോൾ ചിത്രാംഗദൻ എന്തു പറ്റി? യുദ്ധത്തിൽ മരിച്ചുപോയി. അപ്പോൾ ആ രാജസിംഹാസനത്തിൽ അതിൻ്റെ അനിയൻ വിചിത്രവീര്യൻ രാജാവായി. വിചിത്രവീര്യൻ ആ രാജസിംഹാസനത്തിൽ ഇരുന്നു, രാജാവായി. വിചിത്രവീര്യക്ക് 2 റാണിയാ थी. വിചിത്രവീര്യന് 2 രാജ്ഞിമാരുണ്ടായിരുന്നു, അംബിക ഓർ അംബാലിക. അപ്പോൾ അംബിക എന്നും അംബാലിക എന്നുമായിരുന്നു ആ രാജ്ഞിമാരുടെ പേര്. അംബികയ്ക്ക് പുത്ര ഥേ ധൃതരാഷ്ട്ര. അപ്പോൾ അംബികേൻ്റെ പുത്രനാണ് ധൃതരാഷ്ട്രൻ. ഓർ അംബാലികയ്ക്ക് പുത്ര ഥേ പാണ്ഡു. അംബാലികേൻ്റെ പുത്രൻ പാണ്ഡുവും അംബികേൻ്റെ പുത്രൻ ധൃതരാഷ്ട്രനും.
ധൃതരാഷ്ട്ര കെ പുത്ര കൗരവ കഹലായ. ധൃതരാഷ്ട്രൻ്റെ പുത്രന്മാരെ കൗരവരെന്നും പാണ്ഡുവിൻ്റെ പുത്രന്മാരെ പാണ്ഡവർ എന്നും വിളിച്ചു. മഹാത്മാ ഭീഷ്മ ആരാണ്? ദേവവ്രത്, കല്യാണം കഴിക്കാതെ മഹാത്മാവായി ഭീഷ്മാചാര്യൻ. ശാന്തനു കെ ബാദ്, ശാന്തനു മരിച്ചു കഴിഞ്ഞപ്പോൾ ശാന്തനു കെ ബാദ് സെ കുരുക്ഷേത്ര യുദ്ധ കാ അന്ത് ഹോനെ തക്, കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അവസാനം വരെ ഉസ് വിശാൽ രാജ്വംശ് കെ സാമാന്യ കുലനായക്, ഒരു കുലനായകനായി സേവനമനുഷ്ഠിച്ചു. അവസാനം വരെ ആ വലിയ വിശാലമായ രാജവംശത്തിൻ്റെ കുലനായകനായിട്ട്. ഓർ പൂജ്യ ബനെ രഹെ, എല്ലാവരെയും പൂജ്യനായിരുന്നു, എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ മഹാത്മാ ഭീഷ്മ ദേവവ്രത്. ശാന്തനു കെ ബാദ് കുരുവംശ് കാ ക്രം യേ രഹ, അതായത് ശാന്തനുവിൻ്റെ കഴിഞ്ഞിട്ടുള്ള കുരുവംശത്തിൻ്റെ ക്രമം ഇങ്ങനെയായിരുന്നു. അതായത് ശാന്തനുവിന് 2 രാജ്ഞിമാരുണ്ടായിരുന്നു. ഒന്ന് ഗംഗ, ആദ്യത്തെ ഭാര്യ ഗംഗ. ആ ഗംഗയിൽ നിന്നുള്ള മകനാണ് ദേവവ്രത്. ദേവവ്രതാണ് ഭീഷ്മൻ, ഭീഷ്മാചാര്യൻ. ഓക്കെ, പിന്നെ അടുത്ത ഭാര്യ എന്ന് പറയുന്നത് സത്യവതി. യമുന തീരത്തു നിന്ന് കണ്ട സത്യവതീൻ്റെ മക്കളാണ് ചിത്രാംഗതനും വിചിത്രവീര്യനും. ചിത്രാംഗതൻ യുദ്ധത്തിൽ മരിച്ചു, അപ്പോൾ വിചിത്രവീര്യൻ രാജാവായി. അപ്പോൾ വിചിത്രവീര്യന് 2 റാണിമാരുണ്ടായിരുന്നു, ഒന്ന് അംബിക, മറ്റേത് അംബാലിക. അംബികേൻ്റെ മകനാണ് ധൃതരാഷ്ട്രൻ, പിന്നെ അംബാലികേൻ്റെ മകൻ പാണ്ഡു. ധൃതരാഷ്ട്രൻ്റെ മക്കൾ കൗരവർ എന്നും പാണ്ഡുവിൻ്റെ മക്കൾ പാണ്ഡവർ എന്നും അറിയപ്പെട്ടു. അപ്പോൾ ഇതായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ശാന്തനുവിൻ്റെ കഴിഞ്ഞിട്ടുള്ള അവരുടെ അതായത് ഫാമിലി ട്രീ അല്ലെങ്കിൽ ഫാമിലിയിലെ ക്രമം. അപ്പോൾ അങ്ങനെയൊരു പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഇതൊരു ഭീഷ്മ പ്രതിജ്ഞ. ഭീഷ്മൻ ആ പ്രതിജ്ഞ ചെയ്ത് ഭയങ്കരമായ പ്രതിജ്ഞ ചെയ്തപ്പോൾ ഭീഷ്മൻ എന്ന പേരും വീണു ദേവവ്രത്തിന്. അതായിരുന്നു ഈ ലെസണിലെ കഥ. ആ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.